എന്നാ കുറച്ചുകൂടെ കഴിക്കേ. അയ്യോ അമ്മേ, മതി മതി മതി. എന്തിനാ അവനെ നിർബന്ധിക്കുന്നത്? അവന് ആവശ്യമുള്ളത് കഴിച്ചോട്ടെ. ദേവൂട്ടിയുടെ കല്യാണം അടുത്തല്ലോ, നമുക്ക് പോണ്ടേ കിഷ? പിന്നെ പോണ്ടേ? താലികെട്ട് ക്ഷേത്രത്തിൽ വെച്ചാണെങ്കിലും ചടങ്ങുകളൊക്കെ ദൂരെ മാറി ഏതോ ഒരു ഓഡിറ്റോറിയത്തിലാ. അവിടെ വരെ പോകുന്ന കാര്യം ഇനി. അതിനമ്മ വിഷമിക്കണ്ട. അമ്മ ഒന്നില്ലെങ്കിലും സാരമില്ല, അംബികാമ്മ ഉണ്ടല്ലോ. ഞാനും അംബികാമ്മയും പോയിട്ട് വരാം. ആ പിന്നെ ഞങ്ങള് 2 ദിവസം മുന്നേ പോവും. 2 ദിവസം മുന്നെയോ? അതെന്തിനാ? 2 ദിവസം മുന്നേ ദേവു ചേച്ചിയുടെ മഞ്ഞൾ കല്യാണമൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ ആ ചടങ്ങിന് ഉറപ്പായിട്ടുണ്ടായിരിക്കണമെന്നാ ദേവു ചേച്ചിയുടെ കൽപ്പന. ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി പിണങ്ങാൻ. ആ മോള് എന്നോടും പറഞ്ഞിരുന്നു ചെല്ലണമെന്ന്. അതിനെന്താ, നമുക്ക് 2 പേർ കൂടെ പോവാം അംബികമ്മേ. അച്ഛനും വരുമെന്ന് തോന്നുന്നില്ല. അതൊരു കണക്കിന് നന്നായി. അമ്മ ഇവിടെ തനിച്ചാവില്ലല്ലോ. വിളക്കാൻ തയ്ച്ചത് പാണ്ടാവുന്ന ലക്ഷണമൊക്കെ കണ്ടുവരുന്നത്. എന്താ നീ എന്തോ പറഞ്ഞേ? എന്നോടാണോ? ഞാനേ ആ അംബികയുടെ കാര്യം ഓർത്ത് വരുമായിരുന്നു. പറ്റിയതും പറ്റാൻ പോകുന്നതും ഒക്കെ അവർക്കല്ല, നമുക്കാ. നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. അല്ല, എനിക്കൊരു സഹായം ആവുമല്ലോ എന്ന് കരുതിയാ കിഷൻ പറഞ്ഞപ്പോ ആ അംബികയെ ഞാൻ ഇവിടെ നിർത്താന്ന് വിചാരിച്ചത്. ഇപ്പോ സഹായ ഉപദ്രവമായി മാറുന്ന ലക്ഷണമാണ് കണ്ടുവരുന്നത്. മനസ്സിലായില്ല? ഏത് നേരവും അവര് നമ്മുടെ മോന്റെ കൂടെ തന്നെയാ. കൊച്ചു പിള്ളേര് ഊട്ടുന്ന പോലെയല്ലേ ആഹാരം വാരി കൊടുക്കുന്നേ. അതും പോട്ടെ, നമുക്ക് അവന്റെ അടുത്തൊന്ന് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി ഇപ്പോ. എപ്പോഴും അവനെ ചുറ്റിപ്പറ്റി നിൽക്കും അവര്. അവന്റെ സംസാരവും പറച്ചിലും ഒക്കെ കേട്ടാ അവന്റെ പെറ്റമ്മ ഞാനല്ല അംബികയാണെന്ന് തോന്നും. എന്തോ ഇത് ശരിയായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ എനിക്കും തോന്നി തുടങ്ങി വരച്ചേ. കിഷന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ചരട് വലികൾ എവിടെയൊക്കെയോ തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ അംബിക അതിലൊരു കണ്ണിയാണോന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട്. എന്താ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചേ? നമ്മുടെ മോനെ നമ്മളിൽ നിന്ന് അടർത്തി മാറ്റാൻ ആരൊക്കെയോ ശ്രമിക്കുന്നത് പോലെ. എന്റെ ഈശ്വര, അവനെ നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനുള്ള അവസരം ഉണ്ടാവില്ല. അവന് വിഷമാവൂലെന്ന് കരുതിയാ ഞാൻ അംബികയോട് മുഖം കറുത്തൊന്നും പറയാത്തത്. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേനെ. നീ വിഷമിക്കേണ്ട വരച്ചേ. അവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പലതും ത്യജിച്ചവനാ ഞാൻ. എന്റെ കുലത്തൊഴിൽ ഞാൻ അവസാനിപ്പിച്ചു. ആ ഘോരയുമായിട്ടുള്ള കൂട്ടുകെട്ടും വിട്ടു. പക്ഷേ അതൊക്കെ ഇപ്പൊ ഒരു അബദ്ധമായി പോയെന്ന് തോന്നുക. അബദ്ധോ? എന്തബദ്ധം? ഘോരയും വിക്രമനായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടായിരുന്നെങ്കിൽ കിഷനെ ഓർത്ത് നമുക്ക് ഇത്ര വേവലാതിപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അവനെ നഷ്ടമാകാതിരിക്കാൻ ഇനി ഘോരയുമായിട്ട് കൂട്ടുകൂടിയാലേ പറ്റുമെങ്കിൽ ഞാൻ അതിനും മടിക്കില്ല.